ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ അവരുടെ വധശിക്ഷ ഈ വരുന്ന 16-നാണ് നടപ്പാക്കാൻ യമൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പല ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. യമനിലെ ബിസിനസ്സുകാർ സംസാരിച്ചിരുന്നു, ഇന്ത്യയിലെ ബിസിനസ് പ്രമുഖർ സംസാരിച്ചിരുന്നു. ഒരുപാട് ചർച്ചകൾ ഇതിന്റെ പുറകെ നടന്നിരുന്നു. ഇതിന്റെ ഒടുവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ കൊടുത്തു. പിണറായി വിജയൻ വരെ എന്നല്ല, പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഇതിൽ ഞെട്ടിച്ചിരിക്കുന്നതെന്നറിയാമോ? ഈ വിദേശകാര്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് കേന്ദ്രം ഇടപെട്ടപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചപ്പോൾ സുപ്രീം കോടതിയും എന്ത് ചെയ്യാൻ കഴിയില്ല, സുപ്രീം കോടതി എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പോ നമുക്ക് രണ്ട് രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥകളിലെ പ്രശ്നമാണോ ശരിക്കും സുപ്രീം കോടതിയും ഇത്? കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു, ഇപ്പൊ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല എന്നാൽ പോലും പറഞ്ഞിരുന്നു ഇങ്ങനെ, അതായത് ചെയ്യാമായിരുന്നു പല കാര്യങ്ങളും. അതെ, ചെയ്യാമായിരുന്നു പല കാര്യങ്ങളും. അപ്പൊ രണ്ട് രാജ്യത്തിലെ ഇപ്പൊ യമനിലെ നിയമവ്യവസ്ഥ, ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇന്ത്യൻ എംബസി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്ത്യൻ എംബസിയെ യമൻ ഭരണകൂടം അറിയിച്ചിട്ടില്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല എന്താണ് ഈ വധശിക്ഷയുടെ ഡേറ്റ്. അതുകൊണ്ട് ഇന്ത്യൻ എംബസിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അത് അറിയിക്കേണ്ടതില്ല, നിയമപരമായി ഈ പറയുന്ന കാര്യം അറിയിക്കേണ്ടതല്ലേ? ഏതായാലും എനിക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അത് മതപരമായിട്ടാണ്. അപ്പൊ അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടമായി സംസാരിച്ചു എന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ഇത്രയും ഇപ്പൊ സുപ്രീം കോടതി വരെ നടക്കാത്ത കാര്യം അബൂബക്കർ സംസാരിച്ചാൽ, ഈ പറയുന്ന കാന്തപുരം സംസാരിച്ചാൽ, അല്ല അവിടെ അബൂബക്കർ ആരുമായിട്ടാണ് സംസാരിക്കുന്നത്? യമൻ ഭരണകൂടത്തിലെ ആരുമായിട്ടാണ്? യമൻ ഭരണകൂടത്തിലാണെങ്കിൽ അവിടെ വളരെ സ്വാധീനമായിട്ടുള്ള ഒരു സൂഫി വരിയുണ്ട്. അതായത് ഇവര് ഒരു മതരാഷ്ട്രമാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോ അവിടെ അങ്ങനെ ആ ഒരു രീതിയിൽ ഇനി സ്വാധീനം ചെലുത്താൻ പറ്റുമോ? അപ്പൊ ബാക്കിയെല്ലാം കഴിഞ്ഞു അവിടെ. അപ്പം ആ ഒരു തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, മരിച്ചുപോയ അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് ഇനി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ കുടുംബമായിട്ട് സംസാരിക്കാൻ ഈ ബ്ലഡ് മണിയൊക്കെ പൈസയുടെ ഇല്ലാത്ത അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. കാശ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു. കാശൊക്കെ 8.5 കോടി. അതിന്റെ പ്രശ്നം ഇവിടെ ഇല്ല. പക്ഷെ അവർക്കത് വേണ്ടാന്നാ പറയുന്നത്. ഇവരെ കൊന്നേ പറ്റുള്ളൂ നിമിഷപ്രിയ. അപ്പോൾ ഈ കുടുംബത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ള ഒരു സാഹചര്യം. അപ്പൊ അതിനാണ് ഈ സൂഫി വര്യനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന വ്യക്തിയെ, അവിടെ ഒരു സൂഫി വര്യനാണ്, ഈ ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ തങ്ങള്. അപ്പൊ അത് ഇപ്പൊ കോടതിയിലും കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചപ്പോ കേന്ദ്ര സർക്കാർ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ ഉള്ള ഒരു ഷെയ്ഖിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ചുമ്മാ ഇത് ചെയ്തത് തങ്ങളാണ്. ചെയ്തത് തെറ്റ് തന്നെ ആയിരിക്കാം അല്ലെ? ചെയ്തത് തെറ്റാണ്, ഒരാളെ കൊലപാതകം എന്ന് പറയുന്നത്. അല്ല, അത് അവിടെയാണ് നമുക്ക് ആ ഒരു വിഷയത്തിലായിട്ട് പോകേണ്ടത്. ഇപ്പൊ തെറ്റ് തന്നെ, കൊലപാതകമാണ്. അതെ, തെറ്റാണ്. പക്ഷെ ഇതില് ഇപ്പോഴും പുറത്തു വരാത്ത കാര്യങ്ങളുണ്ട്, അതായത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അറിയാത്ത. അതായത് ഇപ്പം ഈ തലാൽ അബ്ദു മഹദി എന്നാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര്. ഇത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ, അതായത് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്, സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. അപ്പൊ അത് ഇവിടുത്തെ മലയാളികൾ തന്നെ രൂപീകരിച്ചതാണ്. 2017 ഈ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് നിമിഷപ്രിയ യമനിൽ സന എന്ന് പറയുന്ന തലസ്ഥാനമാണ്, അവിടെ വെച്ച് അറസ്റ്റിലാവുന്നത്. അപ്പൊ അതിനുശേഷം ഏതാണ്ട് വിചാരണ നടക്കുന്ന സമയത്ത് 3 വർഷം നിമിഷപ്രിയയുടെ കേസ് പുറം ലോകം അറിഞ്ഞിരുന്നില്ല 2020 വരെ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിമിഷപ്രിയയെ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിന്റെ ഇര എന്നാണ്, വാർ വിക്ടിം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്, സിവിൽ വാർ. അവിടുത്തെ ഹൂതികളും പിന്നെ ഇതും ഭരണകൂടവും തമ്മിൽ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നിമിഷയ്ക്ക് കൃത്യമായിട്ടൊരു ലീഗൽ ഡിഫൻസ് കിട്ടിയിട്ടില്ല. അവിടെ അറബിയാണ് ഔദ്യോഗിക ഭാഷ, നിമിഷയ്ക്ക് അറബി അറിയില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള രേഖകളിൽ നിമിഷയ്ക്ക് ഒപ്പുവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറ്റസമ്മതം ഉൾപ്പെടെയുള്ള രേഖകളിൽ ഒപ്പുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആവശ്യമായ ലീഗൽ ഡിഫൻസ് കിട്ടാതെ നിമിഷ വിചാരണ ചെയ്യപ്പെട്ടു. വിചാരണ കോടതി 2020 നിമിഷയ്ക്ക് വധശിക്ഷ അവിടെ വിധിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഹർജി വരെ പോയിരുന്നു, അവിടുത്തെ സുപ്രീം കോടതിയിൽ പോയിരുന്നു, അത് ഹർജി തള്ളി. അപ്പൊ ആ വധശിക്ഷ വിധിക്കുന്ന സമയത്താണ് വാർത്ത പുറം ലോകം അറിയുന്നത്, നമ്മളൊക്കെ അറിയുന്നത് അപ്പോഴാണ്. അപ്പൊ അതിനുശേഷമാണ് ഈ പറയുന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക. അങ്ങനത്തെ ഒരുപാട് പേര്, പിന്നെ ബോബി ചെമ്മണ്ണൂരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 1 കോടി നൽകാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൈസയുടെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ്, പൈസയുടെ പ്രശ്നമല്ല. അപ്പൊ എന്റെ സംശയം, ഇവരുടെ ഈ കുറ്റസമ്മതത്തിലെ മൊഴിയൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചതിലൊക്കെ ഒരുപാട് ദുരൂഹത. ഒന്നാമത് അവർക്ക് അറബറിയില്ല എന്ന് പറയാം. അതെ, അത് ഈ പറയുന്ന യുദ്ധ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചതിയിൽപ്പെടുകയായിരുന്നു. അതെ, ചതിയിൽപ്പെടുകയായിരുന്നു.
അപ്പൊ ഈ കേസിന്റെ പശ്ചാത്തലം നോക്കുന്ന സമയത്ത് നമുക്ക് ഈ തലാൽ എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് ഇവരെ കല്യാണം കഴിക്കാൻ ആയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കേസിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവരെ നിമിഷപ്രിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ തലാൽ എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിൽ വന്ന് 1 മാസത്തോളം കുടുംബസമേതം അയാൾ വന്നിട്ട്, അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാണ്. കുടുംബസമേതം വന്ന് ഇവരുടെ കൂടെ ചെലവഴിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് നിമിഷയുടെയും ഭർത്താവ് ടോമിയുടെയും വിവാഹ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അത് അവിടെ കൊണ്ടുപോയി മോർഫ് ചെയ്തിട്ട് അയാളുടെ ഫോട്ടോ അതിനകത്ത് ചേർത്തു. ഇവർ വിവാഹിതരാണെന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇയാള് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളും നിയമപ്രകാരമുള്ള ഭാര്യയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അവിടുത്തെ നിയമപ്രകാരം അവർക്ക് വേറെ കല്യാണം കഴിക്കാം. അപ്പൊ നിമിഷപ്രിയ ഡോട്ടർ ഓഫ് മുഹമ്മദ് എന്നുള്ള ഒരു കള്ളപ്പേരിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവരുണ്ടാക്കി. അതിനുശേഷം വിവാഹ സർട്ടിഫിക്കറ്റും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത്, വ്യാജ സർട്ടിഫിക്കറ്റ്. അപ്പൊ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അന്വേഷിച്ച ഒരു ഇത് പ്രകാരം അവിടെ ഇങ്ങനെ ഒരു ചടങ്ങോ വിവാഹമോ നടന്നിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റുകൾ ഇദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇദ്ദേഹമല്ല, ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എന്നിട്ട് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു സാമ്പത്തികമായ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിമിഷപ്രിയയിലുള്ള താല്പര്യമൊന്നും അല്ലായിരുന്നു. അതായത് ഈ അവിടെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടെ നിമിഷപ്രിയ ഒരു ഹോസ്പിറ്റൽ, അവിടെ ഇന്ത്യക്കാർക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ചെലവുകളെല്ലാം നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയാണ് വഹിച്ചിരുന്നത്. അപ്പൊ അതില് പൂർണ്ണമായി അധികാരം ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അത് ഈ അവരുടെ ബിസിനസ് കൺസേണിൽ ഇദ്ദേഹത്തിന് കൈകടത്താൻ. അപ്പൊ യുദ്ധ സാഹചര്യവും കൂടെ അവിടെ വന്നതിന് ശേഷം പിന്നെ ഇന്ത്യക്കാർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ ഇത് തന്നെ തക്കമെന്ന് നോക്കിയിട്ട് ആശാൻ എന്ത് ചെയ്തു, ഇങ്ങനെ അവിടെ ഭാര്യയുടെ സ്വത്തിൽ പൂർണ്ണമായ അധികാരം ഭർത്താവിനുണ്ട് അവിടുത്തെ നിയമപ്രകാരം, ശരിയ നിയമപ്രകാരം. അപ്പൊ അതുകൊണ്ട് ഈ ക്ലിനിക്കിൽ പൂർണ്ണമായിട്ടുള്ള അധികാരത്തിൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ പരിപാടിയെല്ലാം പുള്ളിക്കാരൻ ഒപ്പിച്ചത്. ഈ ക്ലിനിക്കിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള വരുമാനം, ക്ലിനിക്കിന്റെ രേഖകൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഈ ഇദ്ദേഹത്തിന്റെ പേരും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് അതിൻ്റെ ഒരു ഓണറായിട്ട് അങ്ങ് മാറി. അവിടുത്തെ മതാചാര പ്രകാരം ഇങ്ങനൊരു കല്യാണം നടത്താനായിട്ട് ശ്രമിച്ചോ എന്നൊക്കെ ഉള്ള ആക്ഷൻ കൗൺസിലിന്റെ അന്വേഷണത്തിൽ ഇല്ല എന്നുള്ളതാണ് അന്വേഷണം ഉണ്ടായത്. പിന്നെ നിമിഷപ്രിയ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ തലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യമൻ പൗരനാണ്, അവിടെ ജനിച്ച് വളർന്ന പൗരനാണ്. അപ്പോൾ ഇത്തരം ഇങ്ങനെ തട്ടിപ്പുകൾ കാണിച്ചപ്പോൾ ഇയാൾക്കെതിരെ നിമിഷപ്രിയ പരാതി കൊടുത്തിരുന്നിട്ടുണ്ട്. അപ്പൊ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ തലാലിനെ പലതവണ പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ തലാൽ അറസ്റ്റിലായിട്ട് ജയിലിലായിട്ടുണ്ട്. പക്ഷെ ദീർഘകാലത്തേക്കല്ല, കുറച്ച് ദിവസങ്ങളിൽ അത് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ കൂടെ വൈരാഗ്യം പിന്നെ തലാൽ ആ നിമിഷയോട് തീർക്കുമായിരുന്നു, ശാരീരിക ഉപദ്രവത്തിന്റെ പേരിൽ. അപ്പൊ ഈ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ വരുന്ന സമയത്താണ് നിമിഷപ്രിയയ്ക്ക് ഇത്തരത്തിലൊരു പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാനുള്ള ഒരു ഉപദേശം കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ ജയിലിലാകുന്നു, പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും പീഡനം കിട്ടുന്നു, പിന്നെയും ജയിലിൽ പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നീട് നിമിഷപ്രിയയ്ക്ക് മുമ്പിൽ അത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇവർക്ക് ബലാത്കാരമായിട്ടൊന്നും ഇയാളെ ബലപ്രയോഗത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ, അതും ആരോഗ്യവാനായിട്ടൊരു പുരുഷന്മാരെ ചിലപ്പോഴേ പറ്റില്ല. പ്രത്യേകിച്ച് നിമിഷപ്രിയ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയുമല്ല, ഒരു നേഴ്സാണ്. അപ്പോ അവിടെയാണ് പിന്നെയാണ് ക്രൈം നടക്കുന്നത്. അതായത് തലാൽ ഒരു ഡ്രഗ് അബ്യൂസറാണ്, തലാൽ ഡ്രഗ് അഡിക്റ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടണമെങ്കിൽ നിമിഷയ്ക്ക് പിന്നെ ഉള്ള ഇതേ ഡ്രഗ്സ് കൊടുത്ത് മയക്കി കിടത്തിയിട്ട് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുക എന്നുള്ളത്, ആ രീതിയിലാണ് ഉപദേശം കിട്ടിയത്. അപ്പൊ നിമിഷ എന്ത് ചെയ്തു, ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്തു. നിമിഷ നേഴ്സും കൂടെയാണല്ലോ. അപ്പൊ ഇതിന്റെ നിമിഷയുടെ ഒപ്പം തന്നെ ഹനാൻ എന്ന് പറയുന്ന ഒരു നേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ സ്വദേശിയാണ്. അപ്പൊ അവിടുത്തെ സ്വദേശി അവർക്ക് ജീവപര്യന്തമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, ഹനാൻ. അപ്പൊ ഈ ഡ്രഗ് ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ ഇദ്ദേഹം ഓൾറെഡി ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് കാര്യമായിട്ട് എഫക്റ്റ് ഉണ്ടായി. അപ്പൊ കുറച്ചും കൂടെ കൊടുത്തു. അപ്പൊ ഇത് ഓവർഡോസ് ആയിട്ട് എന്ത് പറ്റി, ഇദ്ദേഹം മരണമടഞ്ഞു. മനസ്സിലായി ഇവിടെ. അപ്പൊ അതൊരു മനഃപൂർവ്വം ഒരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമല്ല. അപ്പൊ ഇതേ തുടർന്ന് നിമിഷം അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നീട് ആഴ്ചയ്ക്ക് ശേഷം യമന്റെ മറ്റൊരു പ്രദേശമായ സന എന്ന് പറയുന്നത് തലസ്ഥാനം, സനയിൽ വെച്ചിട്ട് അവിടെ അറസ്റ്റിലാവുകയായിരുന്നു. അപ്പൊ ഈ അറസ്റ്റിലായത് എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അറസ്റ്റിലായതിനു ശേഷം ആണ് പിന്നീട് പുറത്തു വരുന്ന കാര്യമാണ് ഈ ശരീരം 110 കഷ്ണങ്ങൾ എന്തോ ആയിട്ട് ഒരു വാട്ടർ ടാങ്കിൽ ഇട്ടിരുന്നു. അപ്പൊ അവിടുത്തെ ശരിയ നിയമപ്രകാരം കൊലപാതകം നടത്തുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് എന്താണ്, ഒരു മൃതശരീരം മ്യൂട്ടിലേറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ നോക്കുക എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈ വധശിക്ഷ ഇപ്പൊ കിട്ടുന്നത്. അതൊരു ഇപ്പൊ നിമിഷപ്രിയ തന്നെ പറയുന്നത് ഈ മ്യൂട്ടിലേറ്റ് അവർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ വെട്ടിമുറിച്ച് ഇങ്ങനെ ആക്കിയത് അവർ അറിഞ്ഞിട്ടില്ല.
ഈ അപകട മരണം ഈ കൊല്ലപ്പെട്ടത് ഇവരുടെ കൈ കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപകടം സംഭവിക്കുന്നത് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ആക്സിഡന്റലി ഇങ്ങനെ സംഭവിച്ചു, ഞാനിങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ മ്യൂട്ടിലേറ്റ് ചെയ്തത് അവരല്ല എന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. അതിന്റെ തെളിവുകളൊന്നും കണ്ടെത്താൻ തെളിവുകളില്ല. ഇനി അവരത് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണോ എന്നറിയില്ല. പക്ഷെ അന്നൊക്കെ കേട്ടത് ഇവർ ചെയ്തു. അതെ, ചെയ്തു എന്നാണ് പറയുന്നത്. അതെ, കാരണം കാരണം നിമിഷപ്രിയ അവിടെ പോയി ഈ പറയുന്ന വ്യക്തി നാട്ടിൽ വന്നെന്ന് പറഞ്ഞില്ലേ, അതിന് വന്നതിന് ശേഷം ഇവിടുന്ന് പോയത് ആ വ്യക്തിയോടൊപ്പം തിരിച്ച് പോവുകയാണ് നിമിഷപ്രിയം. പിന്നെ ഇവിടുന്ന് മറ്റൊരു കുട്ടിയും കൂടെ പോയിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു, ഭർത്താവ് പറയുന്നു. ഇവിടെ പോയതിനു ശേഷം അവര് ഇവർക്കും കൂടെ പോകാനുള്ള 3 പേർക്കും കൂടെ പോകാനുള്ള, അതായത് ഭർത്താവിനും കുഞ്ഞിനും കൂടെ പോകാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അവിടെ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ള പൈസയെല്ലാം ഇദ്ദേഹം അയച്ചു കൊടുത്തു. അതിനുശേഷം ഇവർ ചെന്നതിന്റെ പിറ്റേ ദിവസമാണ് അവിടെ യമനിലെ ഈ യുദ്ധം തുടങ്ങുന്നത്. അപ്പൊ ഇന്ത്യ സർക്കാർ എന്ത് ചെയ്തു, അവിടെ നിന്നുള്ളവരെല്ലാം തിരിച്ചിങ്ങോട്ട് എടുത്തു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരെയും ബ്ലോക്ക് ചെയ്തു, പോകാൻ പറ്റുന്ന സാഹചര്യമായി. അവിടെ അപ്പോൾ ആശാൻ ഈ സമയത്ത് അവിടെ ഈ ഫോട്ടോ മോർഫിങ്ങും പരിപാടിയൊക്കെ തുടങ്ങി സമ്പത്ത് അടിച്ചു മാറ്റാനായിട്ട്. അപ്പൊ ഇവിടെ ടോമി എന്ന് പറയുന്ന ആളുടെ ഒരു മാധ്യമം പോലും ഈ ഭർത്താവിന്റെ അടുത്തൊരു ചോദിക്കാൻ ചെന്നിട്ടില്ല വിവരങ്ങൾ അറിയാൻ. കാരണം അത് അദ്ദേഹം ഇന്നലെ ഒരു മാധ്യമത്തിൽ 24-ലാണെന്ന് തോന്നുന്നു, അദ്ദേഹം വിഷമത്തോടെ പറയുന്നുണ്ട്, മാധ്യമങ്ങളൊന്നും എൻ്റെ അടുത്ത് വന്നില്ല, ഞാൻ പിക്ചറിലേ ഇല്ല. കാരണം ഞാൻ ഭർത്താവ് എന്റെ പൈസ അടിച്ചുകൊണ്ട് പോയി, എന്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോയി. ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഞാൻ ഈ പിക്ചറിൽ മാധ്യമങ്ങൾക്കൊന്നും സമയമില്ല ഇല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ 3-4 തവണ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു, പിന്നെ മകളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഭർത്താവ് ശരിക്കും ശരിയാണ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അദ്ദേഹം ഈ പിക്ചറിലില്ല. അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പൈസ വെച്ച് ഈ വ്യക്തി വേറെ ആരോ, തലാൽ എന്ന് പറയുന്ന വ്യക്തി വേറെ ഏതോ ഡോക്ടറിനെയൊക്കെ പാർട്ട്ണറാക്കി ഇതിനകത്ത്. എന്നിട്ട് അയാൾ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി കാണിച്ച ഫ്രോഡ് തരമാണ്. ഏതായാലും നമ്മളിൽ പറഞ്ഞു വരുന്ന പോലെ ഇനി കാന്തപുരം അവസാനം ഇടപെട്ടെങ്കിലും എന്തെങ്കിലും നടക്കുമോ? കാര്യം ഇതിൽ നിജസ്ഥിതികൾ ഇപ്പോ തുടക്കത്തിൽ മുതൽ വിജയ് പറഞ്ഞതുപോലെ ഇവരെ ഈ പറയുന്ന പോലെ ഇഞ്ചക്ട് ചെയ്ത് അതിനുശേഷം ഈ ബോഡി മുറിച്ചു എന്ന് പറയുന്നതിലൊക്കെ തെളിവില്ലാൻ വേണ്ടി പിന്നെ അവരെ കൊണ്ട് കുറ്റസമ്മതം നടത്തി ഒപ്പിട്ട് വാങ്ങിച്ച പേപ്പർ, ഇവർക്ക് അറബി അറിയില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ അവത്ത് നിൽപ്പുണ്ട്. രാജ്യം വേറെയാണ്, ഇവിടെ അല്ല. രാജ്യം വേറെ, നമ്മൾ തമാശയ്ക്ക് പറയും കാട്ടറബികൾ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ കാട്ടറബികളുടെ നാട്ടിലെ നിയമം വേറെ ആയതുകൊണ്ട് ഇവിടുത്തെ നിയമവും അവിടുത്തെ നിയമവും മാച്ച് ആവുന്നില്ല. പിന്നെ വിജയ് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ വിജയ്, അതായത് പിന്നെ ഈ രീതിയിൽ കൊല ചെയ്തത് മാത്രമല്ല, ഇങ്ങനെ അറുത്തു മുറിച്ച് ചെയ്തതും കൂടെയാണ് വിഷയമായത് എന്ന് കൂടെ പറഞ്ഞല്ലോ, അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഇതിലിപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ UAE ഒരു UP-യിലെ UP ആണെന്ന് തോന്നുന്നു, UP-യിലെ ഒരു മൈഗ്രന്റ് ലേബറിനെ അവിടെ തൂക്കിക്കൊന്നു, അവിടെ വധശിക്ഷ നൽകി. അതിനുശേഷമാണ് ഇവിടുത്തെ സർക്കാർ അറിഞ്ഞത്. പക്ഷെ വി മുരളീധരൻ വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ എന്തോ രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചതാണ്, അത് നടക്കാതെ പോയി. ഇതിപ്പം ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ആഗ്രഹം, ഉമ്മൻചാണ്ടി മരണക്കിടക്കുമ്പോൾ വി മുരളീധരൻ വന്നപ്പോ പറഞ്ഞിരുന്ന വി മുരളീധരൻ വിദേശകാര്യ പറഞ്ഞത് നിമിഷപ്രിയയുടെ കാര്യം ഉണ്ടായെന്നാണ്. അദ്ദേഹം മരണക്കിടക്കയെ ചോദിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ ചാണ്ടി ഉമ്മൻ വളരെ ശക്തമായിട്ട് ഇതിനു വേണ്ടി നടക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അവരെ രക്ഷപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചിലപ്പോ ഒരു വശത്തൂടെ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടും പിന്നെ രണ്ടാമത് ഈ പറയുന്ന ഒരു സ്വത്തിന് മോഹമുള്ള ഒരു പിന്നെ ഒരു വ്യക്തിയുടെ കയ്യിലെ കളിപ്പാട്ടമായി പോയതിൽ ഒരു വേള അവര് പിടിച്ചു നിൽക്കാനായി ചെയ്തതും ആകാം. അപ്പൊ ശരിയായ നിയമം ഏതായാലും കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കട്ടെ, അല്ലേ?